അപ്പോൾ ഒരു വേറിട്ടൊരു പരസ്യമാണ് നമ്മളെ കണ്ടത്. അങ്ങനെ ഒരു വലിയൊരു ചാലഞ്ച്. മുമ്പൊക്കെ സ്റ്റേജ് കെട്ടി നമ്മൾ ആശയ സംവാദം നടത്തുന്ന പോലെ അല്ലാതെ എന്താണ് അങ്ങനെ ഒരു വ്യത്യസ്ത പരസ്യം കൊടുക്കാൻ കാരണം? കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ റബീഉൽ അവ്വലായാലും മുമ്പും ഒക്കെ തന്നെ സുന്നികൾ ചെയ്യുന്ന പലതും ശിർക്കാണെന്നും ബിദ്അത്താണെന്നും ഈ പുതിയ ആശയക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റബീഉൽ അവ്വലാകുമ്പോൾ കൂടുതൽ പറയും. അപ്പോൾ ഇത് ശരിയല്ല, മൗലിദ് പരിപാടിയോ നബിദിന പരിപാടികളോ ശിർക്കോ ബിദ്അത്തോ അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് നമുക്കുണ്ടല്ലോ. അത് നിർവഹിച്ചതാണ് ഞാൻ. അതോടുകൂടി ആളുകൾ ഇങ്ങനെയൊരു പരസ്യം കാണലോടുകൂടി ആളുകൾ ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുമല്ലോ. അപ്പോൾ 10 ലക്ഷം ഉറുപ്പിക ഞാൻ ഇനാം പറയുമ്പോൾ ഒരിക്കലും തെളിയിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെയാണെന്നും അവരെടുത്ത് അതിനൊരു തെളിവില്ല എന്നും പൊതുവേ ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അത് തന്നെയാണ് സംഭവിച്ചതും. അങ്ങനെ ഏതെങ്കിലും കോള് ഉസ്താദിന് വന്നോ? ധാരാളം വന്നു. തയ്യാറാന്ന് പറഞ്ഞിട്ട് ആള് വന്നു. ധാരാളം തയ്യാറായിട്ട് വന്നു. അവരെന്താണ് ഉസ്താദ് സംവദിച്ചതിന് ശേഷം? അതിലൊരാൾ നസീർ അസ്ഹരി എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ അദ്ദേഹത്തെ പറ്റി മുമ്പ് കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടു. ഇങ്ങനെയൊരു പരസ്യം നിങ്ങളാണോ കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാ കൊടുത്തത്. അപ്പോൾ ഇത് തെളിയിച്ചാൽ ആ 10 ലക്ഷം രൂപ ഇനാം എന്ന് പറഞ്ഞ് നിങ്ങൾ നിർവഹിക്കല്ലേ എന്നാലും ഒരു ഡൗട്ട് തീർത്തു. ഞാൻ പറഞ്ഞു ശരിയാണ്. അപ്പോഴൊന്നും ഇദ്ദേഹം ആരാന്ന് എനിക്കറിയില്ല. അങ്ങനെ അയാൾ പറഞ്ഞു ഞാനതിന് തയ്യാറാണ്, ഞാൻ തെളിയിക്കാമെന്നു. അപ്പം ഞാൻ പറഞ്ഞു തെളിച്ചോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലേ, ആ നമ്പറിൽ ബന്ധപ്പെട്ട് എന്നെ അറിയിച്ചാൽ മതി. ഞാനതിൽ എഴുതിയത് ശിർക്ക് ബിദ്അത്ത് എന്താണെന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ചെയ്ത ശേഷം മൗലിദ് പരിപാടികൾ ശിർക്കാണെന്നോ തെറ്റായ ബിദ്അത്താണെന്നോ തെളിയിച്ചാൽ 10 ലക്ഷം ഉറുപ്പിക ഇനാം എന്ന ഞാൻ അതിലെഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ രണ്ടും കറക്റ്റ് ചെയ്യും, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്ത് എന്നിട്ട് ഈ പറഞ്ഞതുപോലെ മൗലിദ് പരിപാടികൾ ശിർക്കാണെന്നോ തെറ്റായ ബിദ്അത്താണെന്നോ തെളിയിച്ചാൽ നിങ്ങൾ കാശ് വാങ്ങിപ്പോകാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനത് എവിടെയാണ് തെളിയിക്കേണ്ടത്? ഞാൻ പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, എൻ്റെ നമ്പർ അതിലുണ്ട്, ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ചില്ലേ എന്നപോലെ അത് കറക്റ്റ് ചെയ്തിട്ട് എന്നെ അറിയിച്ചോ. അത് നിങ്ങൾ എൻ്റെ അടുത്ത് വരികയെ അല്ലെങ്കിൽ ഇങ്ങോട്ട് അയച്ചു തരികയെ ഒക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിലെനിക്ക് താല്പര്യമില്ല, ഗ്രൂപ്പിൽ ഈ വിഷയം സംസാരിക്കാനോ ഒരു സംവാദം നടത്താനോ ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, എനിക്ക് കൂറ്റിന് അല്പം തകരാറുണ്ട്. എങ്ങനെ ഓർമ്മയിൽ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉംറയ്ക്ക് പോയി വന്ന ശേഷം ശബ്ദം പൂർണ്ണമായി അങ്ങ് ആയിപ്പോയിരുന്നു. ഇപ്പം അതിങ്ങനെ മെല്ലെ 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 ക്ലിയറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ വേണ്ടതുപോലെ ഇപ്പോഴും കൂറ്റ് ക്ലിയർ അല്ല. മറ്റൊന്ന്, ഗ്രൂപ്പിലും മറ്റും വാട്സപ്പിലും മറ്റും ഇവരുമായി, അതായത് പുതിയ ആശയക്കാരുമായി സംവാദം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഫലവുമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ. മാസങ്ങളോളം 3 മാസം 4 മാസമൊക്കെ
ഇവരുമായിട്ട് ഇവരിൽപ്പെട്ട കൊലകൊപ്പന്മാരുമായിട്ട് ഞാൻ വാട്സപ്പിൽ സംസാരിച്ചതാണ്. പക്ഷെ അതിലൊരു സംഭവം കോഴിക്കോട് വാദപ്പാത്തിലേക്ക് എത്തി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കോഴിക്കോട്ട് ശിർക്ക് തൗഹീദ് വാദപ്പാത്തിലേക്ക് എത്തിച്ചിരുന്നു. രാമനാട്ടുകര വെച്ച് അതിൻ്റെ വ്യവസ്ഥക്ക് തയ്യാറാക്കി കോഴിക്കോട്ട് വെച്ച് അത് നടന്നിരുന്നു. ആ ഒരു സംഭവം അല്ലാതെ വേറെ പലപ്പോഴും നമ്മൾ അവരുമായി സംസാരിക്കും. പക്ഷേ അത് ഞാൻ പറയുന്ന സമയത്തല്ലല്ലോ അവർ പറയുക, അവർ പറയുന്ന സമയത്തല്ല നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ അവർ വേറെന്തോ പറയൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫലപ്രദമല്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ വാട്സപ്പിലുള്ള സംവാദത്തിൽ ഞാനില്ല. അതേസമയം നിങ്ങൾ ഞാൻ പറഞ്ഞത് വൃത്തിയായി കറക്റ്റ് ചെയ്ത് ആദ്യം എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഇനാം തരാമെന്നാണ് ഞാൻ പരസ്യം ചെയ്തത്. നിങ്ങൾക്ക് ഇനാം വാങ്ങിപ്പോവാം, പക്ഷെ അത് കറക്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം ഞാൻ എന്നാൽ തയ്യാറാണ്, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് വരി, ഞങ്ങൾ ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു. പിന്നീട് ഏതോ ആളുകൾ, കുറേ ആളുകൾ, അയാളല്ലാത്ത ആരൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കും. ഞാനതിന് മറുപടി ഇങ്ങനെ പറയും. ഞാനതൊക്കെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്ത് അങ്ങ് ചെയ്യുക എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യും, നിങ്ങളത് കറക്റ്റ് ചെയ്യൂ എന്ന അയാൾ ഈ ചോദിക്കുന്നതിനോടൊക്കെ ഞാൻ പറയും. അപ്പം ഇയാൾ ഈ പറഞ്ഞ നസീർ അസ്ഹരി എന്ന് പറഞ്ഞ ആൾ ഇവരെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഹെഡാണത്രേ. വഹാബി പ്രസ്ഥാനത്തിന്, ഈ സൽഫി പ്രസ്ഥാനത്തിന് വലിയ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണത്രേ ഈ നസീർ അസ്ഹരി എന്ന് പറഞ്ഞ ആൾ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. ഏതോ ആവട്ടെ, അദ്ദേഹം ഈ ഗ്രൂപ്പിലിങ്ങനെ ഞാൻ ഈ ചോദിക്കുന്ന ആൾ വേറെ എവിടെയോ ഫോണിലേക്ക് ചോദിക്കുക, അയാളത് ഫോണിൽ ആഡ് ചെയ്തിട്ട് മൂപ്പരെന്ത് ചെയ്യൂ, ഫോണിൽ റെക്കോർഡാക്കിയിട്ട് ഓലത് ഗ്രൂപ്പിലിട്ടിട്ട് അതിന് അയാൾ മറുപടി അറിയും. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പലരും പലയിടത്തുനിന്നും വിളിച്ച് ചോദിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ ചോദിക്കും, നിങ്ങൾ കറക്റ്റ് ചെയ്യും, ശിർക്ക് കറക്റ്റ് ചെയ്യും. അങ്ങനെ ഇയാൾ ശിർക്ക് കറക്റ്റ് ചെയ്തു. എൻ്റെ ചോദ്യത്തിനല്ല, ആർക്കോ ഉള്ള ചോദ്യത്തിൽ ഇയാൾ ഈ ഗ്രൂപ്പിൽ തന്നെ എൻ്റെ പേരുണ്ട്, അതിലിട്ടിട്ട് ഇയാൾ കറക്റ്റ് ചെയ്തു. അങ്ങനെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്, വിഷയങ്ങൾ ഞാൻ കേട്ടു, കാരണം എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാനിതിനെ കേട്ട് അയാൾ പറയുന്നത് ഒക്കെ ഞാൻ കേൾക്കും. കേട്ടാൽ ഞാൻ സംവാദത്തിന് വെക്കൂല, ഞാൻ എന്നെ വിളിക്കുന്നതോട് അയാൾ അത് കറക്റ്റ് ചെയ്യാൻ പറയും, കറക്റ്റ് ചെയ്യാൻ പറയും എന്നിങ്ങനെ പറയും ഞാൻ. അങ്ങനെ ഇയാളിത് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്തു. അയാൾ ചെയ്ത ഒരു കറക്റ്റ് അതിപ്പോൾ എൻ്റെ ഈ ഫോണിലുണ്ട്, കറക്റ്റ് ചെയ്തു. ഈ കറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ മറുപടി കൊടുത്തു. അപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ശിർക്കെന്തെന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരിക്കലും മൗലിദ് ശിർക്കല്ലല്ലോ. കാരണം അയാൾ പറഞ്ഞത് മണിതിൽ കേൾപ്പിച്ചൊരായിൽ പറയുന്നത് ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹുകളുണ്ടെന്ന് വിശ്വസിക്കലാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കലാണ് എന്ന് അയാൾ പറഞ്ഞു. അയാൾ ക്ലിപ്പ് നമ്മൾ എത്തുന്നുണ്ട്. എന്നോടല്ല, വേറെയോട് പറഞ്ഞത് ഞാൻ കേൾക്കുകയാണ്. ഞാനത് അവിടെ പിടിച്ചു. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അപ്പം നിങ്ങൾ പറഞ്ഞത് ശിർക്കെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അള്ളാഹ് മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കൽ തൗഹീദാണെന്നും നിങ്ങൾ ഈ ക്ലിപ്പിൽ സമ്മതിച്ചല്ലോ. അയാളെ ക്ലിപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഈ ക്ലിപ്പിൽ സമ്മതിച്ചല്ലോ. അപ്പോൾ അള്ളാഹ് മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും അതൊരു ദിവസം എത്രയോ വട്ടം ആവർത്തിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളല്ലേ മൗലിദ് ഓതാറ്, അവരല്ലേ ഇസ്തിഹാദ് ചെയ്യാറ്, അവരല്ലേ ഹദ്ദാദ് ചെല്ലാറ്, അവരല്ലേ ഇസ്തിഹാദ് ചെയ്യാറ്, തവസ്സുൽ ചെയ്യാറും കറാമത്തും മുജ്ദത്തും അംഗീകരിക്കാറും. അപ്പം നിങ്ങൾ പറയാ അബദ്ധല്ലേ? കാരണം നിങ്ങൾ പറയുന്നത് സുന്നികൾ മുശ്രിക്കാന്നാ. സുന്നികൾ മുശ്രിക്കാണ് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നു എന്നാങ്ങൾ പറയുന്നത്. നിങ്ങൾ തന്നെ പറയും ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കലാണ്.
അള്ളാഹു അല്ലാതെ വേറെയും ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക് എന്ന് നിങ്ങളെ ക്ലിപ്പിലിതാ സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ മൗലിദ് ഷിർക്കാണെന്ന് എന്നെങ്ങനെ പറയും? ഇസ്തിഹാദ് ഷിർക്കാന്ന് എങ്ങനെ നിങ്ങൾ പറയും? തവസ്സുൽ ഷിർക്കാണെന്ന് എങ്ങനെ നിങ്ങൾ പറയും? മൗലിദുകൾ ഷിർക്കാണെന്ന് നിങ്ങൾ പറയും? നിങ്ങൾ സുന്നികളുടെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും പരമാബദ്ധമാണെന്ന് തെളിഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനം പിരിച്ചുവിടണം. നിങ്ങൾ ഇന്നുവരെ പറഞ്ഞത് മുസ്ലിമീങ്ങളെപ്പറ്റി മുശ്രിക്കാണ്, ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞത് ജടിലമായ വാദമാണെന്നും അത് തെറ്റാണെന്നും കുറ്റകരമാണെന്നും നിങ്ങളുടെ ശിർക്കിൻ്റെ നിർവചനത്തോടുകൂടി വ്യക്തമായല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാതകമാണ്. അതിനാൽ നിങ്ങൾ ഈ സമൂഹത്തോട് മാപ്പ് പറയണം. മാത്രമല്ല തൗബ ചെയ്ത് മടങ്ങി സത്യത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ഞാൻ അവസാനം വിളിച്ച ആളോട് ആവശ്യപ്പെട്ടു. അതിന് പിന്നെ ഒരു മറുപടി ഒരു തന്നിട്ടില്ല, ഇതുവരെ വന്നിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ നിൽക്കുക. അങ്ങനെ പലരും എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇതിട്ട് കൊടുക്കും. ഞാൻ അയാൾ പറഞ്ഞതും അതിന് ഞാൻ കൊടുത്ത മറുപടിയും വിട്ടുകൊടുക്കും. അതോടുകൂടി പിന്നെ ആരും മിണ്ടൂല. അവര് അതായത് ഈ നസീർ അസ്ഹരി എന്ന് പറഞ്ഞ ആള് ഷിർക്കിന് പറഞ്ഞ നിർവചനം ക്ലിപ്പിൽ എന്നോടല്ല ഓരോ ഗ്രൂപ്പിൽ പറഞ്ഞ ആ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, എന്നോട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതും അതിന് ഞാൻ കൊടുത്ത മറുപടിയും വിട്ടുകൊടുക്കും. പിന്നെ ഒരിക്കലും മിണ്ടൂല. ഇപ്പം അങ്ങനെ ആക്കുന്നത്. ഇപ്പം സമൂഹത്തിൽ ഇവർ മുസ്ലിമീങ്ങളെ ആവശ്യമില്ലാതെ മുശ്രിക്കാക്കുകയാണെന്നും ഇത് ഒരു മുസ്ലിം അല്ലത്, കോടിക്കണക്കിൽ മുസ്ലിമീങ്ങൾ മൗലിദ് പരിപാടി നടത്തുന്ന മുസ്ലിമീങ്ങൾ ഷിർക്ക് ചെയ്യുന്നു എന്ന് അവർ ആരോപിക്കുന്നത്. ഇതൊരു ചെറിയ ആരോപണമല്ല.